ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് ചാള കഴിക്കുന്ന വീഡിയോയും ചാള ഫ്രൈ ചെയ്യുന്ന വീഡിയോ എങ്ങനെ നോക്കിയാലോ? നമുക്കിന്ന് എളുപ്പത്തിൽ നിന്ന് ചാള എങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചാളയുടെ കുറുക്കിൻ്റെ ഭാഗത്തുള്ള മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ചെള്ളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് കുറേ നേരം വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചെള്ളളക്കാനായിട്ട് നല്ല എളുപ്പത്തിൽ തന്നെ ചെള്ളളി വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിൻ്റെ ചെകളയും പൂക്കത്തൊക്കെ ഒന്ന് എടുത്ത് കളയാം. അതിൻ്റെ കുടലും ഇത് മുള്ളുള്ള ചാളയാണ് കേട്ടോ. അപ്പം അതിൻ്റെ കുടലും മുള്ളൊക്കെ ആയിട്ട് ചേർത്ത് ഒന്ന് കത്തിരി കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് നമ്മുടെ ചാള മീൻ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ മീനും ഒന്ന് കഴുകിയെടുക്കാം. അല്ലേ, നമ്മുടെ ചാളയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2-3 നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. നല്ല ഫ്രഷ് ചാള. അതായത് നമ്മുടെ ചാള മീൻ പൊരിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചാള മീനിൽ നിന്ന് പോറി എടുക്കുന്നുണ്ട് കേട്ടോ, വരഞ്ഞു കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് കേട്ടോ ഇങ്ങനെ വരഞ്ഞെടുക്കുന്നത്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മീനോടെ ഒന്ന് വരഞ്ഞെടുക്കാം കേട്ടോ. ബാക്കിയുള്ള മീനോടെ ഒന്ന് വരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുക്കാം. വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്തതിന് ശേഷം കുറച്ച് എണ്ണ കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം 5 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കാം. ഫ്രൈ ചെയ്യാൻ പാത്രം അടുപ്പിലേക്ക് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിലൊന്ന് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മീനൊന്ന് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ അടിക്കി വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മത്തി ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. നമുക്കിത് മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മത്തി ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.